നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞാനും അതെ സുഖമായിട്ടിരിക്കുക കേട്ടോ. ഇന്ന് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടൊരു പ്രോട്ടീൻ റിച്ച് ലഡ്ഡു ഉണ്ടാക്കി നോക്കാൻ പോവാണ് കേട്ടോ. കുറേ നാളായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വിചാരിക്കുന്നു. പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എങ്ങാനും പാളിപ്പോയാലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ള ഒരു ഐഡിയയും ഇല്ലായിരുന്നു കേട്ടോ എനിക്ക്. ഞാനാണേൽ ഇതുവരെ ഒരു ടൈപ്പ് ഓഫ് ലഡ്ഡു റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കിയിട്ടുമില്ല. ഇതാദ്യമായിട്ടാണ് ഒരു ലഡ്ഡു ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നെയ്യ് ചൂടാക്കി വെച്ച് അതിലേക്ക് ആൽമണ്ടാണ് കേട്ടോ ഇടുന്നത്. ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്നിച്ച് റോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഒന്നിച്ച് വറുത്തെടുക്കാമെന്ന്. നന്നായിട്ട് വറുക്കത്തില്ല, ചെറുതായിട്ടൊന്ന് മുരിച്ചെടുക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇടുന്നത് ചൂടാവാൻ വരുമ്പോൾ അടുത്ത ഡ്രൈ ഫ്രൂട്ട് ചേർക്കുക. അങ്ങനെ അത് രണ്ടും ചൂടാകുമ്പോഴേക്കും അടുത്തത് ചേർക്കുക. അങ്ങനെയാണ് കേട്ടോ. ആദ്യം ആൽമണ്ട് ഇട്ടു. ഇനി അതിലേക്ക് വാൾനട്ടാണ് ചേർക്കുന്നത്. വാൾനട്ടും ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ അതിലേക്ക് ഇനി പംകിൻ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. പംകിൻ സീഡ് വളരെ ചെറുതല്ലേ, അപ്പോൾ അത് പെട്ടെന്ന് റോസ്റ്റായി വരും. എനിക്ക് ഈ ഹോൾ റെസിപ്പിയിൽ ഇവിടെയാണ് ഒരു അബദ്ധം പറ്റിയത്. എന്താണെന്ന് വെച്ചാൽ പംകിൻ സീഡ് പെട്ടെന്ന് റോസ്റ്റായി കിട്ടുന്നതായിരുന്നു. പക്ഷേ ഞാനത് ഇടയ്ക്ക് വെച്ചാണ് ചേർത്തത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാഷ്യൂ നട്ട് ചേർത്തത്. അപ്പോൾ ഈ കാഷ്യൂ നട്ടൂടെ ഒന്ന് റോസ്റ്റായി വരുന്ന സമയം കൊണ്ട് പംകിൻ സീഡ് കുറച്ച് കൂടുതൽ അങ്ങ് റോസ്റ്റായിപ്പോയി. കരിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ടേസ്റ്റ് വ്യത്യാസം വരുന്ന രീതിയിൽ മുരിഞ്ഞ് പോയിട്ടുമില്ല. അത്രയും ഒരു ഭാഗ്യം കേട്ടോ. പിന്നെ ഇതിൽ മധുരത്തിന് പഞ്ചസാര ചേർക്കുന്നില്ല. പകരം കുരു കളഞ്ഞ ഡേറ്റ്സും റൈസിനാണ്, ഉണക്കമുന്തിരിയും ഈന്തപ്പഴമാണ് ചേർത്തത് കേട്ടോ. ഇതെല്ലാം കൂടെ തണുത്തപ്പോഴേക്കും ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തു കേട്ടോ. ഉണക്കമുന്തിരിയും ഈന്തപ്പഴവും പൊടിയല്ല, ഈന്തപ്പഴം ഒന്ന് കുഴഞ്ഞു വരും, ഉണക്കമുന്തിരി അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ഈ ഈന്തപ്പഴം ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പൊടിയിൽ മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് സമയം എടുത്താണ് ചെയ്യാൻ പറ്റുക കേട്ടോ. പിന്നെയാണെങ്കിൽ ഇതിൽ വളരെ കുറച്ച് നെയ്യേ ചേർത്തിട്ടുള്ളൂ, ഷുഗറും ചേർത്തിട്ടില്ല. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ മറ്റുള്ള ലഡു ഇങ്ങനെ ആ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുകയല്ലേ, അതുപോലൊരു ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ മാത്രമേ ഈ മാവിന് പിടുത്തം കിട്ടത്തില്ല, ഈ പൊടിക്ക് പിടുത്തം കിട്ടത്തില്ല. അതുകൊണ്ട് ഉരുട്ടിയെടുക്കുന്നതും ഇച്ചിരി പ്രയാസമായിരുന്നു കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇത് ലഡു ഷേപ്പിലുണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ട് ഞാനിത് കഴിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് അത്രയും നേരം ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ല എന്നുള്ളൊരു സമാധാനം ഉണ്ടായത് കേട്ടോ. ശരിക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു ആണ് കേട്ടോ. പ്രോട്ടീൻ റിച്ച് എന്നൊക്കെ പറയുമ്പോൾ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർ സാധാരണ കഴിക്കുന്ന ഒരു ലഡു ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഇത് ടേസ്റ്റ് ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ ഷുഗർ ആഡ് ചെയ്യാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇതിനൊരു പ്രത്യേക രുചിയാണ്. മറ്റുള്ള ലഡുവിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷുഗർ കട്ട് ചെയ്യുന്നവർക്കും ഇത് കഴിക്കാം കേട്ടോ. ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്താണല്ലോ എല്ലാവരും വെയിറ്റ് കുറയ്ക്കുന്നത്. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം അവോയ്ഡ് ചെയ്യാൻ ഈ ലഡു ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടിരിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗെയിൻ. ബൈ.